എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മറ്റു വാർത്തകളിലേക്ക്. ഗസയിൽ ഇന്ന് 4 പേരെ ഇസ്രായേൽ വധിച്ചു. തെക്കൻ ഗസയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. മസ്ബാഗിൽ ഒരു കുട്ടിയെയും ഇസ്രായേൽ വെടിവെച്ചു കൊന്നു. ഗസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും ചർച്ച നടത്തി. ഗസയെ വിഭജിച്ച ഇസ്രായേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിക്ക് അമേരിക്ക രൂപം നൽകിയതായി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത മഴയിൽ താൽക്കാലിക ടെന്റുകൾ തകർന്നതോടെ ഗസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ദക്ഷിണാഫ്രിക്കയിലേക്ക് 130 ഫലസ്തീനികളെ നാടുകടത്തിയതിൽ ദുരൂഹത തുടരുകയാണ്. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ തോതിലുള്ള ആക്രമണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും റഫ ഉൾപ്പെടെയുള്ള തെക്കൻ ഗസക്ക് നേരെയാണ് ഇന്ന് ആക്രമണം കൂടുതൽ നടന്നത്. 4 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ഗസയെ പൂർണ്ണമായിട്ടും വിഭജിക്കാനുള്ള വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിക്ക് അമേരിക്ക രൂപം നൽകിയതായിട്ട് ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര സേനയെ അടിയന്തരമായിട്ട് ഗസയിൽ വിന്യസിക്കാനും ആ സേനയ്ക്ക് വേണ്ടി ഒരു ഗ്രീൻ സോൺ രൂപപ്പെടുത്താനുമാണ് ഇപ്പോൾ നീക്കം. ആ ഗ്രീൻ സോണിനും അതോടൊപ്പം തന്നെ ഈ റെഡ് സോൺ എന്ന ഒരു പ്രദേശത്തേക്ക് ഫലസ്തീൻ ജനതയെ പരിമിതപ്പെടുത്താനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്ക ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രീൻ സോണിനും യെല്ലോ സോണിനും ഇടയിലായിട്ട് അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും. അപ്പോൾ നേരത്തെയുള്ള ഒരുപക്ഷെ 2023 ഒക്ടോബർ 7 മുമ്പുള്ള ഒരവസ്ഥയിൽ എത്രമാത്രം ജനനിബിഡമായിരുന്നോ ഗസ, ആ അവസ്ഥയെ മാറ്റി മറിക്കുകയും വളരെ പരിമിതമായിട്ടുള്ള ഒരു പകുതി പ്രദേശത്തേക്ക് ഗസയിലെ ജനതയെ ചുരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് അമേരിക്ക മുന്നിൽ കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സേനയെ വിന്യസിക്കാനുള്ള തിരക്കിട്ട നീക്കം അമേരിക്ക നടത്തുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇസ്രായേലുമായിട്ട് അമേരിക്ക തിരക്കിട്ട ചർച്ചകൾ തുടരുന്നുണ്ട്. കാരണം ഈ രണ്ടാം ഘട്ട 20 ദിന പദ്ധതിയുടെ ഭാഗമായുള്ള ആ ചർച്ചയ്ക്ക് ഇസ്രായേലിനെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചർച്ചയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്തോനേഷ്യ മാത്രമാണ് സൈനികരെ വിട്ടയക്കാൻ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈജിപ്ത്, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും സൈന്യത്തെ വിട്ടു നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും രൂപപ്പെടുത്തുന്ന ഈ പദ്ധതിയോട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഈജിപ്തിനും അതോടൊപ്പം തന്നെ ഖത്തറിനും തുർക്കിക്കും ശക്തമായിട്ടുള്ള എതിർപ്പുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അമൃത. നാസർ, അതുപോലെ തന്നെ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഒരു വശത്ത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, നമുക്കറിയാം. ഈ ചർച്ചകൾ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയല്ലേ നെതന്യാഹുവിന്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്? അമൃത, തീർച്ചയായിട്ടും. കാരണം നേരത്തെ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയിൽ വളരെ കൃത്യമായി തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത നൽകിയിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുക, അതോടൊപ്പം തന്നെ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന 2 ലക്ഷ്യത്തിലേക്ക് മാത്രം അമേരിക്കയും ഇസ്രായേലും ചുരുങ്ങുകയാണ്. മറ്റ് ലക്ഷ്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ അവരുടെ അജണ്ടയിൽ ഇല്ല എന്നുകൂടിയാണ് ആ പ്രതികരണങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ പ്രതിരോധ സംഘടനകളുടെ, പോരാളി സംഘടനകളുടെ പ്രതികരണം വളരെ പ്രധാനമായിരിക്കും. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു അടിയറവ് നിലപാടിനോട് തങ്ങൾക്ക് ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഹമാസ് നേതൃത്വം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് നാളെ ഇപ്പോൾ UN-ന്റെ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്. ആ രക്ഷാസമിതി യോഗത്തിന് മുമ്പാകെ ഈ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കരട് പ്രമേയം ഈ രക്ഷാസമിതിക്ക് മുമ്പാകെ വരും. അത് അമേരിക്ക തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രമേയമാണ് ഇത് പാസ്സാക്കുന്നത്. ഒരു പക്ഷേ ഇതിന് ബദലായിട്ട് റഷ്യ ഒരു പ്രത്യേക പ്രമേയം കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളൊക്കെ തന്നെയും ഫലസ്തീൻ താല്പര്യങ്ങളെ വലിയ തോതിൽ തന്നെ ഹനിക്കുന്നതായിരിക്കും. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രം താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒന്നായിരിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തോട് ഫലസ്തീൻ സംഘടനകളുടെ, ഫലസ്തീൻ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഒരിക്കലും അനുകൂല
അനുകൂലമായിരിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതൊക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകളുടെ ഒക്കെയും ലക്ഷ്യം എന്നത് ഗസയെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക. ആ നിരായുധീകരിക്കുന്നതോടൊപ്പം തന്നെ ഗസയിലെ ജനതയെ പരമാവധി പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമുള്ളവരെ പുറത്തേക്ക് കൊണ്ടുപോയി കുടിയിരുത്തുക എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഫലസ്തീൻ താല്പര്യങ്ങളെ വലിയ തോതിൽ ഗ്രീൻ സോൺ പദ്ധതി എന്ന് പറയുന്നത് വലിയൊരു സൈനിക പദ്ധതിക്കാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നൊക്കെയാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് അമേരിക്കയുടെ പ്ലാൻ? അമേരിക്ക ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പരമാവധി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ കൊണ്ടുവരിക, എന്നിട്ട് ആ സേനയുടെ മേൽനോട്ടത്തിൽ ഗസയുടെ രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കുക, ഇസ്രായേലി സൈനികർക്കൊപ്പം തന്നെ ഈ സേനയെയും വിന്യസിക്കുക എന്ന്. അതായത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഹനിക്കാൻ വേണ്ടി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ കൂടി കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പരിമിതപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സേനയെ വിന്യസിക്കാൻ വേണ്ടി പ്രത്യേക ഗ്രീൻ സോൺ രൂപപ്പെടുത്തുക. അത് നിലവിലുള്ള യെല്ലോ സോണിന് നേരെ പിറക് ഭാഗത്തായിട്ടാണ് ഈ ഗ്രീൻ സോൺ രൂപപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ യെല്ലോക്കും ഗ്രീൻ സോണിനും പിന്നെ ഇടയിലായി ഇസ്രായേൽ സൈനികരുണ്ടാവും, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ പോകുന്ന സേനയുടെ അംഗങ്ങളും ഉണ്ടാകും. മറിച്ച് റെഡ് സോൺ എന്ന ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ഫലസ്തീൻ ജനതയെ പരിമിതപ്പെടുത്തും. അവിടെയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലും അമേരിക്ക മൗനം പാലിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും പിന്നെ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക, അതിലൂടെ തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക, അതിന് ഈ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഫ്രഞ്ച്, ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനയെ പ്രയോജനപ്പെടുത്തുക എന്ന കൃത്യമായിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യത്തിലൂടെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും തുർക്കിയും ഇക്കാര്യത്തിൽ തങ്ങളുടെ വിയോജിപ്പ് വളരെ ശക്തമായി തന്നെ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെ ഈ UN-ന്റെ രക്ഷാസമിതിയുടെ കരട് പ്രമേയത്തിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പൊടുന്നനെ തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിരക്കിട്ട പ്രായോഗിക നടപടികൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ല എന്ന് സൗദി അറേബ്യ. നയതന്ത്ര ചാനൽ വഴി നിലപാട് വൈറ്റ് ഹൌസിനെ സൗദി അറേബ്യ അറിയിച്ചു. സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിലപാട് വ്യക്തമാക്കിയത്. കൂടുതൽ പ്രതികരണങ്ങൾ ഒഴിവാക്കാനാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്നും സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇസ്രായേൽ ബന്ധത്തിന് സൗദിയുടെ ഉപാധികൾ കിരീടാവകാശിയുടെ US സന്ദർശനത്തിൽ ചർച്ചയാകും. അബ്രഹാം അക്കോർഡിലേക്ക് സൗദി ഉടൻ എത്തുമെന്ന് ട്രംപ് പ്രതീക്ഷ പറഞ്ഞിരുന്നു. അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഫ്താബ്, ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സൗദി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്താണ് സൗദിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്? ഇപ്പോൾ വൈറ്റ് ഹൌസിനെ ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അമൃത, വരുന്ന ചൊവ്വാഴ്ച സൗദി കിരീടാവകാശി US-ലേക്ക് സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. ഈ സന്ദർശനത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ ഒരു സുഹൃത്ത് സൗദി അറേബ്യ US-ലേക്ക് എത്തുകയാണ്, അവർക്ക് മികച്ച ആദരവ് നൽകാൻ പോകുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്ത് വെച്ചൊരു കാര്യം, റിപ്പോർട്ടർമാർ ചോദിച്ചൊരു കാര്യം, അബ്രഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യ എത്തുമെന്ന ചോദ്യത്തിന് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം. പക്ഷേ ഒക്ടോബർ 7-ന് ശേഷം അറബ് മേഖലയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി സൗദി അറേബ്യ ഇപ്പോൾ US-നെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകണമെങ്കിൽ അതിന് സൗദി അറേബ്യയുടെ ഉപാധികൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണം. ഒന്ന്, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പിറക്കണം, അതായത് ദ്വിരാഷ്ട്ര ഫോർമുല. ഫലസ്തീനും ഇസ്രായേലും ഒരുപോലെ സഹവർത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടണം. 2, നിലവിൽ ഗസയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു അന്താരാഷ്ട്ര സേനയെ രൂപീകരിക്കണം. 3, ഗസ ഉൾപ്പെടെയുള്ള മുഴുവൻ ഫലസ്തീൻ പ്രദേശത്തേക്കും കൃത്യമായ ഒരു ഭരണ സംവിധാനം, അത് പലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ വരണം. 4, ഇവിടെയുള്ള ഇസ്രായേലിന്റെ അധിനിവേശ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഈ ഉപാധികളാണ് സൗദി അറേബ്യ മുന്നോട്ട്
ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഒരു നിലക്കും ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകരിക്കാൻ ഇടയില്ലാത്ത കാര്യമാണ്. പക്ഷേ നേരത്തെ MC നാസർ കഴിഞ്ഞ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനകത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ സൗദി അറേബ്യക്ക് കൂടി ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇസ്രായേലിന്റെ പ്രതികരണം ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അതായത് സൗദി അറേബ്യ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ മാത്രമേ ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെന്യാമിൻ നെതന്യാഹു ഇതിന് മറുപടി പറയണമെന്ന് ബെൻഗവീർ ഉൾപ്പെടെയുള്ള അവിടെയുള്ള തീവ്രവാദികളായിട്ടുള്ള ഭരണപക്ഷത്തുള്ള അവരുടെ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും US സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇസ്രായേൽ സൗദി ബന്ധം. കാരണം മേഖലയിൽ ഇറാനെതിരായ ഇറാന്റെ കീഴിലുള്ള അച്ചുതണ്ടിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കണമെങ്കിൽ സൗദി അറേബ്യയും ഇസ്രായേലും കൈകോർക്കണമെന്നുള്ളതാണ് ട്രംപിന്റെ താല്പര്യം. പക്ഷേ ആ താല്പര്യത്തിന് ചില വിട്ടുവീഴ്ചകൾ ഇസ്രായേൽ നൽകേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അത് നടക്കാതെ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൗദി അറേബ്യ ആവർത്തിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൗദി ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. അതിനുശേഷം നടന്ന ഗസ വംശഹത്യ അറബ് മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രതികരണം അത് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അറബ് ഭരണാധികാരികൾക്ക് അത് മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അറബ് നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ രക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓരോ രാഷ്ട്രങ്ങളുടെയും ദേശ സുരക്ഷ. ശരി, അഫ്താബ് റഹ്മാനാണ് ഒരു നിലക്കും ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അഫ്താബ് തുടർന്നോളൂ. ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ സൗദി അറേബ്യക്ക് ആവശ്യമായ F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം തന്നെ പടക്കോപ്പുകൾ പ്രതിരോധ ആയുധങ്ങൾ നൽകില്ല എന്നുള്ളത് നേരത്തെ US കോൺഗ്രസ് അറിയിച്ചിരുന്നതാണ്. മാത്രവുമല്ല US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകാനും സാധിക്കില്ല എന്നുള്ളതും നേരത്തെ US അറിയിച്ചിരുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഇറാൻ അതേപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ള യമൻ തുടങ്ങിയ പ്രതിസന്ധികൾ സൗദി അറേബ്യക്ക് ചുറ്റുമുണ്ടായിരുന്നു. അത്തരമൊരു പ്രതിസന്ധി സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് US കോൺഗ്രസിന്റെ നിലവിലുള്ള നിലപാട്. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ട്രംപ് അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചതുപോലെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉപയോഗിച്ചുകൊണ്ട് F-35 ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകുവാനുള്ള സാധ്യത കൂടി ഈ ചർച്ചയിൽ വരാനിരിക്കുന്ന ചൊവ്വാഴ്ച നടക്കുന്ന സന്ദർശനത്തിൽ സാധ്യതയുണ്ട്. അത് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. F-35 അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നല്ല പല എണ്ണം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർക്കത് കൊടുക്കുന്ന കാര്യം താൻ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം. അതുകൊണ്ട് തന്നെ ട്രംപും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഒരു US പ്രസിഡന്റും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. സൗദി അറേബ്യക്ക് അകത്ത് പോലും ട്രംപിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒരുപക്ഷെ പരിഗണിക്കുന്ന ഒരു കൂടിക്കാഴ്ചക്ക് കൂടിയായിരിക്കും വരെ ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന സൗദി കിരീടാവകാശിയുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ അതോടൊപ്പം ചേർന്നുകൊണ്ട് AI ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രതിരോധ രംഗത്ത് ഒപ്പം തന്നെ അത്യാധുനിക മേഖലയിൽ എല്ലാം തന്നെ സൗദി അറേബ്യയുമായുള്ള കരാറുകൾ കൂടി അന്ന് ഒപ്പുവെച്ചേക്കും. അമൃത. ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ അതിക്രമങ്ങളെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. അൽ-അക്സ പള്ളിയിലെയും വെസ്റ്റ് ബാങ്കിലെ ഹാജ ഹമീദ് പള്ളിയിലെയും ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുറന്ന ലംഘനമാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം പ്രകോപനപരമായ നടപടികളെ കുവൈത്ത് ശക്തമായി നിരാകരിക്കുന്നതായും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ ആക്രമണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച് ഖത്തർ ചാരിറ്റി. ടെന്റുകളിൽ താമസിക്കുന്നവർക്കായി 26,000 ഭക്ഷ്യക്കിറ്റുകൾ ചാരിറ്റി വിതരണം ചെയ്തു. 1,30,000 പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്കായി 4,500 സ്കൂൾ ബാഗുകളും വിതരണം ചെയ്തിട്ടുണ്ട്. UN കണക്ക് പ്രകാരം 6.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഗസയിൽ സ്കൂളിൽ പോകാനാകാതെ വിഷമിക്കുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഉഭയകക്ഷി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഖത്തർ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യൻ അംബാസഡർ ബിപുലും ചർച്ചകളിൽ പങ്കെടുത്തു.
അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്? ഇന്ന് രാവിലെയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിലുണ്ടായിരുന്നത്. അദ്ദേഹം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, അതുപോലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായാണ് പ്രധാനമായും കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ ദോഹയിലെ ഇന്ത്യൻ അംബാസഡർ വിപുലും അടക്കമുള്ള അതോടുകൂടെ ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയായത്. ഒന്ന് വ്യാപാരം, മറ്റൊന്ന് മനുഷ്യ വിഭവശേഷി വികസനം, മറ്റൊന്ന് പീപ്പിൾ ടു പീപ്പിൾ കണക്ട്, മനുഷ്യ വിഭവശേഷി ബന്ധം, അതുപോലെ ഊർജ്ജം. ഈ 4 മേഖലകളിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഖത്തർ ലീഡർഷിപ്പുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയത്. ഇതോടുകൂടെ തന്നെ മേഖലയിലെയും അതുപോലെ പശ്ചിമേഷ്യയിലെയും ഒക്കെ സംഭവ വികാസങ്ങൾ കൂടി ചർച്ച ചെയ്തു എന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 3 മാസങ്ങളിൽക്കിടെ 3ാമത്തെ കേന്ദ്ര മന്ത്രിയാണ് ദോഹയിലെത്തി ഖത്തറിൽ ലീഡർഷിപ്പുമായി ചർച്ച നടത്തുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. അദ്ദേഹം UN-ൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇവിടെ എത്തിയിരുന്നത്. അതിനു മുമ്പ് ഇവിടെ എത്തിയത് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലായിരുന്നു. പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനം, അദ്ദേഹം വളരെ തിരക്കിട്ട സന്ദർശനങ്ങൾക്കിടയിൽ ഖത്തറി വാണിജ്യ മന്ത്രി ഷെയ്ഖ് ഫൈസലുമായും അതുപോലെ പ്രധാനപ്പെട്ട ഖത്തറി ലീഡർഷിപ്പുമായും ഇവിടുത്തെ വാണിജ്യ സമൂഹവുമായി ചർച്ച നടത്തിയിരുന്നു. അതോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒരു FTA ഫോറിൻ ട്രേഡ് അഗ്രിമെന്റിലുള്ള സാധ്യതകൾ തുറന്നു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം. 2026 3ാം പാദത്തോടുകൂടെ ഈ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി യാഥാർത്ഥ്യമാകുമെന്നാണ് ഇവിടെ ദോഹയിൽ നടന്ന ചർച്ചകൾക്കിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നമ്മളോട് പറഞ്ഞിരുന്നത്. അതോടുകൂടെ തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ സുഗമമായ തലത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ്. നിലവിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം $14.15 ബില്യൺ ഇത് 2030 $30 ബില്യൺ വികസിപ്പിക്കുക, വലുതാക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വളരെ കൂടുതലാണ്, ഈ ഇരു കയറ്റുമതി കൂടുതലുമാണ്. ഇങ്ങനെ ഒരു വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അത് നികത്തുക എന്നുള്ളതാണ്, അഥവാ ഇന്ത്യയുടെ ഒരു കയറ്റുമതിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം വലുതാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇത് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിക്കവേ ഖത്തർ അമീർ പറഞ്ഞിരുന്നു. ഇതിൽ $4.5 ബില്യൺ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതാണ്. മറ്റൊന്ന് മനുഷ്യ വിഭവശേഷിയുമായി ബന്ധപ്പെട്ടാണ്. ഖത്തറിലെ ഏകദേശം 31 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 8 ലക്ഷത്തോളം ഇന്ത്യക്കാരാണുള്ളത്. ഈ ഇന്ത്യക്കാരുടെ ക്ഷേമവും ഖത്തറി ലീഡർഷിപ്പുമായി എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ബാക്ക് ടു ബാക്ക് ആയിട്ട് കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വലിയ തലത്തിലേക്ക്, വിപുലമായ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അമൃത. ശരി. 12 ദിവസം നീണ്ട ഷാർജ പുസ്തകമേളയ്ക്ക് അല്പസമയത്തിനകം തിരശ്ശീല വീഴും. 300-ലേറെ മലയാള പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. ലൈബ്രറികൾക്ക് 45 ലക്ഷം ദിർഹം ഗ്രാന്റ് പ്രഖ്യാപിച്ച് ഷാർജ ഭരണാധികാരി. സമാപന ദിവസം മലയാളത്തിൽ നിന്ന് വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ അതിഥിയായി എത്തി. SIR, വോട്ടിംഗ് മെഷീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ പറഞ്ഞു. അധികാരം കയ്യിൽ വരുന്ന ആളുകൾ അത് നിലനിർത്താൻ വേണ്ടി പല പണികൾ ചെയ്തിട്ടുണ്ട്. ഇതില് നമുക്ക് എത്രമാത്രം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമം ഇപ്പൊ മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കുറച്ചു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അത് മനസ്സിലാവും. പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ഇതുപോലത്തെ ഒരു ജനാധിപത്യത്തിൽ കുറെയെങ്കിലൊക്കെ ഇപ്പോഴും ചില കാർഡുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വോട്ടേഴ്സ് മെഷീനിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എഴുത്തുകാരൻ മുതിർന്ന എഴുത്തുകാരൻ NS മാധവനായിട്ട് സംസാരിച്ചു. കാരണം അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരുന്നിട്ട് വച്ചാൽ ഈ ഇലക്ട്രോണിക് മെഷീന്റെ തകരാറുകൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സാധാരണ രീതിയിലില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അങ്ങനൊരു സംശയം വരുമ്പോൾ അത് ദൂരീകരിക്കേണ്ട ചുമതല ഭരണകൂടത്തിന് അല്ലെങ്കിൽ പറഞ്ഞ കമ്മീഷനുണ്ട്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തേണ്ടത് തീർച്ചയായിട്ടും. അതിന് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലൊന്നും കാര്യമില്ല. അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത്
എല്ലാ കാലത്തും മറ്റേ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ഷാർജയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, 12 ദിവസം നീണ്ട പുസ്തകമേള ഇന്നിതാ സമാപിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം ഇത്തവണത്തെ സീസണെ? അമൃത, നിരവധി പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് തന്നെ 300-ലധികം പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെട്ട ഒരു വേദിയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഔദ്യോഗികമായി അല്ലാതെ മറ്റ് പുസ്തകങ്ങളുടെ സ്റ്റാളുകളിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 1000-ൽ-അധികം വരും. 45 ലക്ഷം ദിർഹമാണ് ഇപ്രാവശ്യം ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഷാർജ ഭരണാധികാരി ഗ്രാൻഡ് അനുവദിച്ചിട്ടുള്ളത്. അവസാന ദിവസം അതിഥിയായി എത്തിയത് ഈ വർഷം വയലാർ പുരസ്കാരം നേടിയ ഈ സന്തോഷ് കുമാറാണ്. അദ്ദേഹവും വായനക്കാരും തമ്മിലുള്ള സംവാദം അല്പം മുമ്പാണ് അവസാനിച്ചത്. നിരവധി ചോദ്യങ്ങൾ എഴുത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ സന്തോഷ് കുമാറിനോട് ഉണ്ടായിരുന്നു. അതിൽ അഭയാർത്ഥികളെക്കുറിച്ച് എഴുതുന്ന താങ്കൾ SIR-നെ കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? കാരണം ഇത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ഇത് വരുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഇത്തരം പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോടും മറ്റുമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണഗതിയിൽ അത്തരം അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം സംശയങ്ങളുമായി മുന്നോട്ട് പോകരുത്, മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ SIR, വോട്ടിംഗ് മെഷീൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദുരൂഹത നീക്കി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ സന്തോഷ് കുമാർ പങ്കുവച്ചത്. അതോടൊപ്പം ഈ ജനപ്രിയ സാഹിത്യത്തിന് അവാർഡ് നൽകുന്ന സാഹിത്യ അക്കാദമിയുടെ നടപടിയെക്കുറിച്ചും വായനക്കാരിൽ നിന്ന് ചോദ്യമുണ്ടായി. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഏതുതരം കൃതികൾക്കാണ് അവാർഡ് നൽകേണ്ടതെന്ന ബോധം കൃത്യമായി സാഹിത്യ അക്കാദമിക്കുണ്ടാകണം, അതേപോലെ തന്നെ അതിൻ്റെ ജൂറിക്കുണ്ടാകണം. എങ്കിലേ കൃത്യമായി മികച്ച കൃതികൾക്ക് അവാർഡ് ലഭിക്കൂ എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ജനപ്രിയ സിനിമകൾക്കോ അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യത്തിനോ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സിനിമയ്ക്കാണെങ്കിൽ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് അത് തിയേറ്ററിൽ കയറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അക്കാദമി കൊണ്ട് സാഹിത്യത്തിനോ സിനിമയ്ക്കോ ഒരു ഗുണവുമില്ലെന്ന ഒരു അഭിപ്രായവും ഈ സന്തോഷ് കുമാർ രേഖപ്പെടുത്തിയിരുന്നു. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ദുബായിൽ അനാവശ്യമായി ഹോണടിക്കുന്ന ഡ്രൈവർമാർ ഇനി സൂക്ഷിക്കണം. വാഹനത്തിന്റെ ശബ്ദം നിരീക്ഷിക്കുന്ന റഡാറും റോഡിൽ വ്യാപകമാവുകയാണ്. അമിത ശബ്ദത്തിന് 2000 ദിർഹം മുതലാണ് പിഴ നൽകേണ്ടി വരിക. അനാവശ്യമായി ഹോണടിക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവർക്ക് ശല്യമാകുന്ന വിധം എന്ത് തരം ശബ്ദവും വാഹനത്തിൽ നിന്നുയർന്നാൽ ദുബൈയിലെ റഡാറിൽ കുടുങ്ങും. നിലവിൽ ദുബായ് നഗരത്തിലെ ചിലയിടങ്ങളിൽ ഇത്തരം റഡാറുകൾ നിലവിലുണ്ടെങ്കിലും ഇത് വ്യാപകമാക്കാനാണ് ദുബായ് പോലീസിന്റെ തീരുമാനം. 2000 ദിർഹം പിഴ മാത്രമല്ല, അമിത ശബ്ദത്തിന് 12 ബ്ലാക്ക് പോയിന്റ് ലൈസൻസിൽ വീഴും. വാഹനം പിടിച്ചെടുക്കും. വാഹനം വിട്ടുകിട്ടാൻ 10000 ദിർഹം വേറെ അടയ്ക്കേണ്ടി വരും. മാതൃക നാഗരിക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ദുബായ് സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇത്തരം റഡാറുകൾ. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ സമുച്ചയങ്ങളിലും അത്യാധുനിക സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിച്ചു. പൊതുസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. വിപുലമായ ഡേറ്റാബേസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉടൻ നടപടി സ്വീകരിക്കാനും സംശയിക്കുന്നവരെ വേഗത്തിൽ കണ്ടെത്താനും ക്യാമറ സഹായിക്കും. റെസിഡൻഷ്യൽ ഏരിയകളും സുരക്ഷാ ചെക്ക് പോസ്റ്റുകളും ഉൾപ്പെടെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഭാവി യാത്രാവാഹന മേഖലയിൽ വൻ കുതിപ്പുമായി ഖത്തർ. പൈലറ്റ് രഹിത പറക്കും ടാക്സിയുടെ പരീക്ഷണ പറക്കൽ ദോഹയിൽ വിജയകരമായി നടന്നു. പറക്കലിന് ഗതാഗത മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഥാനി സാക്ഷിയായി. ഗതാഗത മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ആളില്ലാ എയർ ടാക്സിയുടെ ആദ്യഘട്ട പരീക്ഷണം നടത്തിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിയന്ത്രിച്ച എയർ ടാക്സി VTOL-ന്റെ പരീക്ഷണ പറക്കലാണ് വിജയകരമായി പൂർത്തിയായത്. ഓൾഡ് ദോഹ തുറമുഖത്തിനും ഖത്തറ കൾച്ചറൽ വില്ലേജിനും ഇടയിലായിരുന്നു പരീക്ഷണയോട്ടം. സ്മാർട്ട് സുസ്ഥിര മൊബിലിറ്റി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പുതിയ നാഴികക്കല്ലാണ് എയർ ടാക്സി യാത്രയെന്ന് മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഥാനി പറഞ്ഞു. വ്യാവസായികാടിസ്ഥാനത്തിൽ എയർ ടാക്സികളുടെ ഓട്ടം ആരംഭിക്കാൻ കടമ്പകളേറെയുണ്ട്. വെർട്ടിപ്പോർട്ട് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ഓപ്പറേഷൻ സംവിധാനങ്ങളുടെ അംഗീകാരം, അന്താരാഷ്ട്ര ഗുണനിലവാരം പാലിക്കൽ, സാങ്കേതിക പ്രവർത്തനങ്ങൾ,
സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം ഇതിനായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓരോ ഘട്ടത്തിലെയും ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും എയർ ടാക്സിക്ക് അന്തിമ അനുമതി നൽകുക. രാജ്യത്തിൻ്റെ സ്മാർട്ട് മൊബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ ചുവടാകും എയർ ടാക്സി എന്നാണ് കരുതപ്പെടുന്നത്. ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനൊപ്പം സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ മേഖലയിലേക്ക് പൊതുഗതാഗത സംവിധാനം വികസിപ്പിക്കാൻ ഇവ കൊണ്ടാകും. മീഡിയ 1 ദോഹ. നിർമ്മാണം, ഉൽപാദന മേഖലകളിലെ വിദേശ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ഉയർന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കി സൗദി കമ്പനികൾ. എഐയുടെ കടന്നുവരവോടെയാണ് ശമ്പള വർധനയിൽ നിയന്ത്രണം വന്നത്. ഉയർന്ന ശമ്പള ബോണസുകളും ആനുകൂല്യങ്ങളും ഇതര മേഖലകളിലേക്ക് വഴിമാറിയതായും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. സൗദി കമ്പനികൾ ഇപ്പോൾ വിദേശ തൊഴിലാളികളെ ആകർഷിക്കാൻ നൽകിയിരുന്ന ഉയർന്ന ശമ്പള ബോണസുകൾ കുറയ്ക്കുകയാണ്. നിർമ്മാണവും ഉൽപാദനവും പോലുള്ള മേഖലകളിലെ മികച്ച പ്രതിഭകളെ കൊണ്ടുവരാൻ മുമ്പ് ഇത്തരം ബോണസുകൾ ഉപയോഗിച്ചിരുന്നു. ചിലവ് കുറക്കാനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനുമാണ് തീരുമാനം. സൗദിയിലെ പ്രമുഖരായ റിക്രൂട്ടിംഗ് കമ്പനികളാണ് ഇത് വെളിപ്പെടുത്തിയത്. സൗദി അറേബ്യ $1 ബില്യൺ ചിലവുള്ള വമ്പൻ പ്രൊജക്ടുകളിൽ വൻ നിക്ഷേപം നടത്തിയിരുന്നു. ഇത് കാരണം ഉയർന്ന കഴിവുള്ള വിദേശ തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിച്ചു. പക്ഷേ നടപ്പാക്കലിലും കാലതാമസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടു. ഒരേ സമയം കായിക മേഖലയിലേക്കും നിർമ്മാണ മേഖലകളിലേക്കും പണം ചിലവഴിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. രാജ്യം ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഖനനം, ലോജിസ്റ്റിക്സ്, കായിക വിനോദ മേഖലാ പദ്ധതികൾ, മക്ക മദീന ടൂറിസം പദ്ധതിക്കുമാണ്. ഇതിനാൽ നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്ക് മുമ്പത്തെ പോലെ 40% ശമ്പളം പ്രതീക്ഷിക്കേണ്ടതില്ല. UAE ഉൾപ്പെടെ പല GCC രാഷ്ട്രങ്ങളെയും അപേക്ഷിച്ച് ഈ ഉയർന്ന ശമ്പളം സൗദിയിൽ വർദ്ധിച്ചിരുന്നു. പല കാര്യങ്ങൾക്കും AI കൂടി വന്നതോടെ ജീവനക്കാരുടെ ആശ്രയം കുറഞ്ഞതായി കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. എണ്ണവില കുറഞ്ഞതും വൻകിട കരാറുകൾ കമ്പനികൾക്ക് ലഭിക്കുന്നത് കുറഞ്ഞതും സൗദിവൽക്കരണവുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും UAE അപേക്ഷിച്ച് സൗദിയിലെ ശമ്പളം ഉയർന്ന ജോലികളിൽ ഇപ്പോഴും ആകർഷകമാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. പറക്കും ടാക്സികൾക്കായി നിർമ്മിക്കുന്ന UAEയിലെ ആദ്യ വെർട്ടിപോർട്ടിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി ദുബൈ RTA. ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് വരുന്ന വെർട്ടിപോർട്ടിന്റെ നിർമ്മാണം 60% പിന്നിട്ടു. ദുബൈ ഇന്റർനാഷണൽ വെർട്ടിപോർട്ട് അഥവാ DXV എന്നായിരിക്കും പറക്കും ടാക്സിക്കായി നിർമ്മിക്കുന്ന ആദ്യ സ്റ്റേഷൻ അറിയപ്പെടുക. വിമാനത്താവളത്തിന്റെ മാതൃകയിലാണ് നിർമ്മാണം. 4 നിലകളിലായി 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ടാകും. ടേക്ക് ഓഫ്, ലാൻഡിംഗ് ഏരിയകൾ, ചാർജിംഗ് സൗകര്യങ്ങൾ, പാസഞ്ചർ ലോഞ്ച് എന്നിവ ഉൾപ്പെടും. വർഷം 42,000 ലാൻഡിങ്ങുകൾക്കും 1,70,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ടാകും. സബീൽ, ദുബൈ മാൾ, ദുബൈ മറീന, പാം ജുമൈറ എന്നിവിടങ്ങളിലും വെർട്ടിപോർട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും പറക്കും ടാക്സികൾ സഞ്ചരിക്കുക. വെർട്ടിപോർട്ടിനെ വിവിധ മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ദുബൈ വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമൈറയിലേക്ക് കാറിൽ ഏകദേശം 45 മിനിറ്റ് എടുക്കുമെങ്കിൽ പറക്കും ടാക്സികളിൽ വെറും 12 മിനിറ്റ് മതിയാകുമെന്നാണ് കണക്ക്. മീഡിയ 1, ദുബായ്. Wi-Fi 7 യാത്രക്കാർക്കായി അവതരിപ്പിച്ച് ഒമാൻ എയർപോർട്ട്. ഹുവാവേയുമായി സഹകരിച്ച് Wi-Fi 7 സാങ്കേതികവിദ്യ വിന്യസിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി ഒമാൻ എയർപോർട്ട്സ് മാറി. യാത്രക്കാർക്ക് വേഗതയേറിയതും കൂടുതൽ സുരക്ഷിതവുമായ കണക്ടിവിറ്റിയും മെച്ചപ്പെട്ട യാത്രാനുഭവവും ഇത് വാഗ്ദാനം ചെയ്യുന്നു. യാത്രാനുഭവം ഉയർത്താൻ ഏറ്റവും പുതിയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മുന്നേറുകയാണെന്നും എയർപോർട്ട് അതോറിറ്റി പറഞ്ഞു. മന്ത്രിമാർക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മോഡലുകളും രാജകീയ ബഹുമതികളും സമ്മാനിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ദേശീയ ദിനാചരണത്തിന് മുന്നോടിയായി അൽ ബറക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു സുൽത്താന്റെ അംഗീകാരം. കൃത്യനിർവഹണത്തിനും സമർപ്പിത ശ്രമങ്ങൾക്കുമുള്ള അഭിനന്ദനവും പ്രോത്സാഹനവുമാണ് സുൽത്താനിൽ നിന്നുള്ള ഈ അംഗീകാരം. ഒമാൻ പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസയ്യിദ അഹദ് ബിൻ അബ്ദുള്ള അൽ ബുസൈദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി സുൽത്താൻ സമ്മാനിച്ചു. കുവൈത്തിലെ സഹേൽ ആപ്പ് വഴി സർക്കാർ വിവരങ്ങൾ അപേക്ഷിക്കാനുള്ള പുതിയ സേവനം ആരംഭിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ആണ് വിവരങ്ങൾ അറിയാനായി അപേക്ഷ നൽകാൻ കഴിയുന്ന പുതിയ സേവനം അവതരിപ്പിച്ചത്. ഇതിലൂടെ പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ രേഖകളിൽ നിന്ന് ആവശ്യമായ ഔദ്യോഗിക വിവരങ്ങൾ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ കഴിയും. ഇതോടെ സർക്കാർ ഓഫീസുകളിലേക്കുള്ള നേരിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ ലഭ്യമാകും. സാമ്പത്തിക
കാർഷിക മേഖലയിൽ പ്രവാചകൻ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ സാമൂഹിക പ്രസക്തി സംബന്ധിച്ച് മലയാളി അധ്യാപകൻ രചിച്ച ഇംഗ്ലീഷ് പഠന ഗ്രന്ഥം ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ ഷറിയ വിഭാഗം അധ്യാപകനായ മുഹമ്മദ് ഷഫീഖാണ് പുസ്തകത്തിന്റെ രചയിതാവ്. എൻ്റെ പേര് CM ഷഫീഖ് നൂറാനി. മർക്കസ് നോളജ് സിറ്റിയിലെ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഇസ്ലാമിക് ഷരിയ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. നിലവിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ദ പ്രൊഫറ്റിക് എക്കോണമി, എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ജസ്റ്റിസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരുപാട് അധ്യാപനങ്ങൾ അതിന് പുതിയ കാലത്തും പ്രസക്തിയുണ്ട്. അതിൻ്റെ ഒരു പുതിയൊരു വായനയാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഒരുപാട് ചാലഞ്ചസ്, എക്കണോമിക് ഇൻഇക്വാലിറ്റി, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻജസ്റ്റിസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുന്നതിലൂടെ നമുക്കതിന് പരിഹാരം ഉണ്ടാവും. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃകയിലേക്കുള്ള ഒരു എക്സ്പ്ലോറേഷൻ, ഒരു ചെറിയൊരു ശ്രമമായിട്ടാണ് ഈ പുസ്തകം. ഇതിൽ എന്തൊക്കെ സജഷൻസ് ആണ് മോഡേൺ വേൾഡിനെ മുന്നോട്ട് വെക്കുന്നത്? ഇത് ഒന്നുകൂടെ ഒരു പോളിസി ലെവലിലുള്ള ഒരു ഡിസ്കഷനാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അസംഷനാണ് സ്കെയർസിറ്റി. ആ ബേസിക് ആയിട്ടുള്ള അസംഷനിൽ നിന്ന് തന്നെ തുടങ്ങി കുറച്ചുകൂടെ തിയററ്റിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. ഒന്നുകൂടെ പുതിയ പഠനങ്ങളിലേക്ക് ഒരു വഴിവെക്കുന്ന ഒരു ഡിസ്കഷൻ തുറന്നു വെക്കുക, ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു താല്പര്യമായിട്ടുള്ളത്. UAE-യിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സുവർണ നായർ എഴുതിയ അമൃതവാണി എന്ന പുസ്തകം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറങ്ങി. 3 പുസ്തകങ്ങൾ പുറത്തിറക്കിയ സുവർണയുടെ ആദ്യ മലയാളം രചനയാണ് ഇത്. ഞാൻ സുവർണ നായർ. ഞാൻ UAE-യിൽ PG വിദ്യാർത്ഥിനിയാണ്. ഇത് ഞാൻ എഴുതിയ 3ാമത്തെ പുസ്തകവും മലയാളത്തിലെ ആദ്യത്തെ പുസ്തകവുമായ അമൃതവാണിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ UAE-യിൽ വളർന്നതാണെങ്കിൽ പോലും എൻ്റെ പാരൻസിന് ഭയങ്കര നിർബന്ധമായിരുന്നു മലയാളം പഠിക്കണം, കുട്ടികൾ മലയാളത്തിൽ സംസാരിക്കണം, മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയണം. ആ ഒരു നിർബന്ധം കൊണ്ട് ആണ് ഇന്ന് എനിക്ക് അമൃതവാണി എൻ്റെ ഈ പുസ്തകം പോസിബിൾ ആയത്. ഇത് ലൈഫ് കോട്ട്സ് അടങ്ങിയ ഒരു ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പലർക്കും നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ചില സർവൈവൽ ടെക്നിക്സുമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ലൈഫ് ആർക്കും നമ്മളെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല, കാരണം നമ്മളത് അനുഭവിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് നമ്മൾ ലൈഫിൽ ഓരോ രീതിയിൽ എങ്ങനെ അതിനെങ്ങനെ എടുത്തു, അത് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു, അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രവാസി എഴുത്തുകാരൻ അഷ്റഫ് അമ്പലത്തിന്റെ ഇരട്ടക്കല്ലിലെ നിലാവ് എന്ന നോവൽ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. പുഴകളാൽ ചുറ്റപ്പെട്ട തൃശൂരിലെ തൊയക്കാവ് എന്ന ഗ്രാമത്തിലെ പ്രണയ കഥയാണ് ഈ നോവൽ. ഞാൻ അഷ്റഫ് അമ്പലത്ത്. ഇത് എൻ്റെ പുതിയൊരു പുസ്തകമാണ്. ഇരട്ടക്കല്ലിലെ നിലാവ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് ഒരു പ്രണയ നോവലാണ്. ഇതൊരു പഴയ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തൊയക്കാവ് എന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ 3 ഭാഗവും പുഴ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഈ പുഴയുടെ ഉള്ളിലായിട്ട് നടുക്കലായിട്ട് ഒരു പാറുണ്ട്. ഈ പാറക്കെട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലിയിറക്കം ഉണ്ടാകുമ്പോഴാണ് പാറക്കെട്ട് മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വേലിയേറ്റം വരുമ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല. ആ പാറക്ക് വിളിക്കുന്ന പേര് ഇരട്ടക്കല്ലെന്നാണ്. ഈ ഇരട്ടക്കല്ലിൽ നിലാവ് പെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിഭാസമാണ്. എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. കാരണം വേലിയിറക്കം ഉണ്ടാവണം, അന്ന് നിലാവും കൂടി ഉണ്ടാവണം. ആ സമയത്താണ് ഇരട്ടക്കല്ലിൽ നിലാവ് പെയ്യുള്ളൂ. അപ്പോൾ അതൊരു പ്രണയ നോവലായത് കൊണ്ട് തന്നെ ഈ പ്രണയം നടക്കുന്നത് ഈ ഇരട്ടക്കല്ലിൻ്റെ ഒരു ചുറ്റി കൊണ്ടാണ്. അതിൻ്റെ ഒരു കരയിൽ നിന്നിട്ടാണ് ഈ പ്രണയം നടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പുസ്തകമാണ്. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് പ്രവാസത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന്. 48ാമത് കുവൈത്ത് അന്താരാഷ്ട്ര പുസ്തകമേള ബുധനാഴ്ച ആരംഭിക്കും. മേള നവംബർ 19 മുതൽ 29 വരെ തുടരും. 33 രാജ്യങ്ങളിൽ നിന്നുള്ള 611 പ്രസാധകർ ഇത്തവണ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 2025 അറബ് സാംസ്കാരിക മാധ്യമ തലസ്ഥാനമായി കുവൈത്ത് തെരഞ്ഞെടുത്തതോടനുബന്ധിച്ചാണ് ഈ വർഷത്തെ മേളയെന്ന് NCCAL അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിഷ അൽ മഹ്മൂദ് അറിയിച്ചു. കൾച്ചറൽ കഫേ, കൾച്ചർ പവലിയൻ, കുട്ടികളുടെ സാംസ്കാരിക പവലിയൻ എന്നീ 3 വേദികളിലായിരിക്കും പ്രധാന പരിപാടികൾ. കൃതികൾക്കുള്ള അന്താരാഷ്ട്ര അവാർഡുകളും അവലോകന മത്സരവും ക്രിയേറ്റീവ് സ്റ്റുഡൻസ് അവാർഡും ഈ വർഷം അവതരിപ്പിക്കും.
സൗദി ദമാമിലെ പ്രവാസി എഴുത്തുകാരി ആർ ഷഹീനയുടെ പുസ്തകം പന്തീരാഴിയുടെ പ്രകാശനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം സജിത മഠത്തിൽ എഴുത്തുകാരൻ EK ദിനേശിന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ റൈറ്റേഴ്സ് ഫോറം ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് പന്തീരാഴി. ബഹ്റൈനിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ലൈസൻസിംഗ്, ഫീസ് നിയന്ത്രണങ്ങൾ എന്നിവ ലംഘിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന 36 ആർട്ടിക്കിളുകളുള്ള സുപ്രധാന ബില്ലിന് പാർലമെന്റ് ഐകകണ്ഠേന അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളുടെ വിജയ നേട്ടങ്ങൾ ആഘോഷിച്ച മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് റിയാദിലും പ്രൗഢമായ വരവേൽപ്പ്. റിയാദിൽ 10-12 പരീക്ഷയിൽ 90% മാർക്ക് നേടിയ 200ഓളം വിദ്യാർത്ഥികൾ പ്രമുഖരുടെ ആദരവ് ഏറ്റുവാങ്ങി. റിയാദിലെ മലസ് ലുലു ഹൈപ്പറിലായിരുന്നു പരിപാടി. മീഡിയ 1 റിയാദിൽ സംഘടിപ്പിച്ച മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് മബ്രൂക്കിന്റെ ഭാഗമായത്. ദമാമിന് പിന്നാലെ റിയാദിലെത്തിയ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് മികച്ച വിദ്യാർത്ഥികളുടെ നേട്ടം ആഘോഷിച്ചു. ഇന്ന് ഇവിടെ മീഡിയ 1 സംഘടിപ്പിച്ച ഈ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൽ എനിക്കും എൻ്റെ മകനും പങ്കെടുക്കാൻ, എൻ്റെ ഫാമിലിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിയായ സന്തോഷമാണ്. ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ദിനം വേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. എനിക്ക് ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മൂത്ത മകൻ അനസ് ബിൻ സിദ്ദിഖ് നാട്ടിൽ ഗ്രാജുവേഷന് പോയത് കൊണ്ടാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ ആസിം അതേപോലെ 10th ടോപ്പറാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ചെത്തിയ പ്രൗഢമായ വേദിയിൽ ആദരവിന്റെ മണിക്കൂറുകൾ. ഈ സൗദി അറേബ്യയിലെ മീഡിയ 1 ഇങ്ങനെ ടോപ്പേഴ്സിന് വേണ്ടി ഇങ്ങനൊരു ഫംഗ്ഷൻ ഒരുക്കിയത് മറ്റുള്ള കുട്ടികൾക്കും അത് വളരെ ഒരു എൻകറേജ് ആയിത്തീരും. വളരെ നന്ദിയുണ്ട്. ഔദ്യോഗിക ചടങ്ങിൽ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ അലി ഇബ്രാഹിം അൽ ഫർഹാൻ, മുനിസിപ്പൽ മന്ത്രാലയത്തിലെ അലി അൽ ഫർഹാൻ, ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, അൽ റാജി എക്സ്പാറ്റ്സ് സെഗ്മെന്റ് എക്സിക്യൂട്ടീവ് മാനേജർ അൽ ബഹൌത്ത് എന്നിവർ സംസാരിച്ച് വിദ്യാർത്ഥികളെ ആദരിച്ചു. മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദിന്റെ സന്ദേശം പരിപാടി അവതരിപ്പിച്ചു. ബ്ലൂ ലൈൻസ് ഫൗണ്ടർ ആൻഡ് CEO മുഹമ്മദ് നിസാമുദ്ദീൻ, ഇസ്മ മെഡിക്കൽസ് MD VM അഷ്റഫ്, ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറന്റ് ബിസിനസ് ഹെഡ് ഷർഷാർ തുടങ്ങി വിവിധ സ്പോൺസർമാരും രക്ഷാധികാരികളും വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് മെഡലും അവാർഡുകളും കൈമാറി. മീഡിയ 1 കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് ജമാൽ, കൺവീനർ അഷ്റഫ് കൊടുങ്ങി എന്നിവരും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 നമ്മുടെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ 3-4 വർഷമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നല്ലൊരു ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതൊരു പ്രയോജനമാണ്. ഇപ്പം തുറന്നു വരുന്ന പിള്ളേർക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിക്കാനും ഒക്കെയുള്ള ഒരു പ്രോത്സാഹനവും ഒക്കെയാണ് മീഡിയ 1 ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഈ മാസം 21 ജിദ്ദയിലും മബ്രൂക്ക് എത്തും. റിയാദിലെ മബ്രൂക്ക് ടോപ്പേഴ്സിന് ശേഷം അടുത്ത ആഴ്ച ജിദ്ദയിൽ മബ്രൂക്ക് എത്തും. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1. അസോസിയേഷൻ ഓഫ് മലയാളി പ്രൊഫഷണൽസ് ഇൻ സൗദി അറേബ്യ കുട്ടികൾക്കായി ചെസ് മത്സരം സംഘടിപ്പിച്ചു. 3 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആംസ് ജുബൈലും മൈൻഡ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ചെസ് മത്സരം സമാപിച്ചു. ആംസ് പ്രസിഡന്റ് അനിത് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്തു. 3 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ സായി സാരംഗ്, ആൻ ഷഹാരെ, ഇബ്രാഹിം റിസ്വാൻ എന്നിവരും, സീനിയർ വിഭാഗത്തിൽ മുസമ്മിൽ ബിൻ തസ്നീം, അരുൺ കാർത്തികേയ, അലി റഹ്മാൻ എന്നിവരും, സബ് ജൂനിയർ വിഭാഗത്തിൽ അർസിഫ് ആദിത്യ, അഹാൻ ഷക്കീർ, ആദിഷ് ഷഹാരെ എന്നിവരും ജേതാക്കളായി. വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മനോജ് സി നായർ, സാബു ക്ലീറ്റസ്, നിതിൻ രവീന്ദ്രൻ, മനോജ് കുമാർ, രവി നായർ, സച്ചിൻ സുന്ദർ, അഭിജിത്ത്, റീന സുധീർ, ശരണ്യ അനിത്, പ്രസീത മനോജ്, ആമിന ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം.
ബഹ്റൈനിൽ ഔദ്യോഗിക രേഖകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക രേഖകളിൽ നമ്പറുകളോ ചിത്രങ്ങളോ ഒപ്പുകളോ മാറ്റുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഔദ്യോഗിക രേഖകൾ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് കർശനമായി വിട്ടുനിൽക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സൗദി ഒതുക്കുങ്ങൽ പഞ്ചായത്ത് KMCCയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിന് സമാപനം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. കുവൈത്തിൽ 2 അപകടങ്ങളിൽ 3 പ്രവാസികൾ മരിച്ചു. ഡ്രൈവർ അറസ്റ്റിൽ. സൗദിയിൽ OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു സ്റ്റോറി ശിശുദിനാഘോഷം. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഭാഗമായി. ശിശുദിനത്തോടനുബന്ധിച്ച് സ്പോർട്സ് മീറ്റുമായി മലർവാടി സൗദി ജുബൈൽ ഘടകം. നിരവധി കുട്ടികൾ പങ്കെടുത്തു. കുവൈത്ത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലെ ഇടതുപാത നവംബർ 16 മുതൽ അടച്ചിടും. യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കുവൈത്തിൽ ഭാര്യയുടെ വാഹനത്തിൽ ലഹരി ഒളിപ്പിച്ചെന്നാരോപിച്ച പ്രവാസി അറസ്റ്റിൽ. മെത്താഫെറ്റാമിൻ വെച്ചത് ദാമ്പത്യ തർക്കത്തിന് പിന്നാലെ. ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരിയാകാൻ ഒരുങ്ങുന്ന സൗദിയിലെ ഖിദ്ദിയ പദ്ധതിയിലെ ആദ്യ പാർക്ക് അടുത്ത മാസം തുറക്കും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതും വേഗമേറിയതുമായ റോളർ കോസ്റ്റർ ഇവിടെയുണ്ടാകും. ഡിസംബർ 31 മുതലാണ് സിക്സ് ഫ്ലാഗ്സിന്റെ പാർക്കിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. മുതിർന്നവർക്ക് 325 റിയാലാണ് പ്രവേശന നിരക്ക്. ഒടുവിൽ ആ മാജിക് ലോകത്തിന് മുന്നിൽ തുറക്കുകയാണ്. റിയാദിൽ നിന്ന് 40 മിനിറ്റ് അകലെ 40 കിലോമീറ്റർ അകലത്തിൽ മക്ക റോഡിൽ തുവൈക്ക് പർവ്വതനിരകളുടെ ഹൃദയഭാഗത്താണ് ഖിദ്ദിയ സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരമാകാൻ പോകുന്ന ഇടം. ഖിദ്ദിയയിലെ ആദ്യ പാർക്ക് അടുത്ത മാസം ലോകത്തിന് മുന്നിൽ തുറക്കുകയാണ്. ഡിസംബർ 31 മുതൽ സന്ദർശകർക്ക് പ്രവേശനം നൽകും. 28 റൈഡുകളും അനുഭവങ്ങളും പാർക്കിലുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും നീളമേറിയതും ഉയരമുള്ളതുമായ റോളർ കോസ്റ്ററായ ഫാൽക്കൺ ഫ്ലൈറ്റ് ഇവിടെയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെരിഞ്ഞ റോളർ കോസ്റ്ററായ റാറ്റ്ലർ, ഏറ്റവും ഉയരം കൂടിയ ട്രിപ്പിൾ ലോഞ്ച് സസ്പെൻഡഡ് റോളർ കോസ്റ്ററായ സ്പിറ്റ് ഫയർ എന്നിങ്ങനെ ലോക റെക്കോർഡ് തകർക്കുന്ന വിനോദങ്ങൾ ഇവിടെയുണ്ട്. കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായി 18 പ്രത്യേക റൈഡുകളുണ്ട്. മുതിർന്നവർക്കുള്ള ടിക്കറ്റ് നിരക്ക് 325 റിയാൽ മുതലാണ്. കുട്ടികളുടെ ടിക്കറ്റ് നിരക്ക് 275 റിയാൽ മുതലായിരിക്കും. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സന്ദർശകർക്ക് ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാനും അവസരമുണ്ടാകും. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും അവരുടെ സഹായികൾക്കും നിരക്കിൽ കിഴിവുണ്ട്. 75 റിയാൽ മുതലാണ് ഇവരുടെ ടിക്കറ്റ് നിരക്ക്. പാർക്കിനകത്ത് നിന്നാണ് ഭിന്നശേഷിക്കാർക്കുള്ള ടിക്കറ്റുകൾ വാങ്ങാനാവുക. ⁻2034 വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയത്തിൽ ഒന്നൊരുങ്ങുന്നതും ഈ ഖിദ്ദിയ സിറ്റിക്ക് അരികിലാണ്. മീഡിയ 1 റിയാദ്. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആദ്യ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഖിസൈസിലെ മദീന മാളിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ജ്വല്ലറി റീറ്റെയിൽ രംഗത്ത് വൈവിധ്യം വാഗ്ദാനം ചെയ്ത് സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആദ്യ ഷോറൂം ദുബായ് ഖിസൈസിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം നിഖില വിമലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചലച്ചിത്ര താരവും RJയുമായ മിഥുൻ രമേശ്, ഗായകൻ G വേണുഗോപാൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നമുക്ക് മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ലക്ഷറി വാച്ചസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ജ്വല്ലറീസ് മലയാളി കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ലക്ഷറി വാച്ചസ് ചെയ്യുന്നവരുണ്ടെന്ന്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള പീസസ് എല്ലാവർക്കും, എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റീസിന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നു. അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്.
ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിവിധ കളക്ഷനുകൾക്കൊപ്പം ലക്ഷറി വാച്ചുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ്, ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മളെ ഫസ്റ്റ് റീറ്റെയിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും. ദുബായ് ഖിസൈസിലെ മദീന മാളിലെ 1-ാം നിലയിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കുട്ടി സുൽത്താര എന്ന പേരിൽ ടാലന്റ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. മീഡിയ 1 ദുബായ്. മലയാളം മിഷൻ സൗദി ചാപ്റ്ററിന് കീഴിൽ അബഹ നജ്റാൻ മേഖലയ്ക്ക് കീഴിൽ കേരള പിറവിദിനാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തോല പഠന കേന്ദ്രവും പ്രതിഭാ സാംസ്കാരിക വേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഭാ സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് കടകശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗം മലയാളം മിഷൻ അബഹ മേഖലാ കോർഡിനേറ്റർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഭാ സാംസ്കാരിക വേദി പ്രതിനിധി ആഷീർ, ബിജു ജോർജ്, രക്ഷാകർത്ത പ്രതിനിധി ശ്രീരാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സൗദി റിയാദിലെ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസിന്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ സ്കൂൾ ഫെസ്റ്റിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ചോലാമാളിലെ അൽ വഫ ഹൈപ്പറിൽ വെച്ചായിരുന്നു പരിപാടികൾ. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. മത്സരവിജയികളെ നേരിട്ടോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുമെന്ന് ചീഫ് ഓർഗനൈസർ കബീർ നലളം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ മീഡിയ സ്റ്റവർ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.